2011 ഫുട്ബോൾ വോളിബോൾ താരമായിരുന്ന അരുണിമ സിൻഹയുടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട സംഭവമുണ്ടായത്. ഒരു പട്ടാളക്കാരന്റെ മകളായിരുന്ന അവൾ CISF ജോലി എന്ന ഉദ്ദേശത്തോടെ പത്മാവതി എക്സ്പ്രസിൽ ലക്നൌവിൽ നിന്ന് ദില്ലിയിലേക്ക് 2ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് കൊള്ളക്കാർ കമ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറിയത്. അവളുടെ ബാഗും സ്വർണ്ണമാലയും ഒക്കെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ചെറുത്തുനിന്നു. അതിനിടയിൽ അവർ അവളെ ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞു. സമാന്തര ലൈനിൽ വന്ന മറ്റൊരു ട്രെയിൻ അവളുടെ കാലിൽ കയറിപ്പോകുന്നു. ഗ്രാമവാസികൾ അവളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവളുടെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. പോലീസ് പക്ഷേ അവളുടെ കഥയൊന്നും വിശ്വസിച്ചില്ല. അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതോ ടിക്കറ്റ് ഇല്ലാതെ പേടിച്ച് റെയിൽ ക്രോസ് ചെയ്തപ്പോൾ പറ്റിയ അപകടമോ ആണെന്ന് അവര് വിധി എഴുതുന്നു. എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല. അവൾക്ക് 5 ലക്ഷം നഷ്ടപരിഹാരം റെയിൽവേ കൊടുക്കാൻ കോടതി വിധിക്കുന്നു. റെയിൽവേയും CISFും അവൾക്ക് ജോലി വാഗ്ദാനം ചെയ്തു. ദില്ലി ബേസ്ഡ് ആയ ഒരു സ്വകാര്യ സ്ഥാപനം അവൾക്ക് കൃത്രിമ കാലുകൾ സംഭാവന ചെയ്തു. ഇതിനിടയിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായി. പലരും അവളെ പരിഹസിച്ചു. പക്ഷേ അവളുടെ അമ്മ അവളെ പ്രോത്സാഹിപ്പിച്ചു. വദോരയിലെ രാമകൃഷ്ണ മിഷൻ അവൾക്ക് സാമ്പത്തിക സഹായമൊക്കെ നൽകുന്നു. 2013 മെയ് 21 അരുണിമ സിൻഹ എവറസ്റ്റ് കൊടുമുടിയിലെത്തി. കൃത്രിമ കാലുമായി 52 ദിവസത്തെ പരിശ്രമത്തിന് ശേഷം എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ അംഗപരിമിത വനിത. തുടർന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും വലിയ കൊടുമുടികൾ അവൾ കീഴടക്കി. 2019 അന്റാർട്ടിക്ക ഉൾപ്പെടെ. അരുണിമ പറയുകയാണ്, എന്റെ കൃത്രിമ കാലനെ ശക്തയാക്കി മാറ്റി. ഏറ്റവും കാഠിന്യമുള്ള കായിക ഇനം ശാഠ്യപൂർവ്വം ഞാൻ തിരഞ്ഞെടുത്തു.